നാളെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. 5 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഇലക്ഷൻ. അതെ, നിയമസഭയിലേക്കുള്ള ഇലക്ഷനാണത്. ഏപ്രിൽ 9 കാലത്ത് നമ്മളെല്ലാവരും ഇലക്ഷന് വേണ്ടി പോകുന്നവരാണ്. പക്ഷേ ആര് ഭരണത്തിലേറിയാലും ഇവിടെയെല്ലാം കണക്കാണ്, എല്ലാം സെയിമാണ്, എൻ്റെ ഒരു വോട്ട് കൊണ്ടൊന്നും ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ചില സാധുക്കളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. ഒരു വേള സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്രിട്ടീഷുകാരുടെയും യൂറോപ്യന്മാരുടെയും അടിമകളായിരുന്നു. അന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ഒരു നിയമം നിർമ്മിക്കാനോ ഒരു തീരുമാനമെടുക്കാനോ നമ്മളെ കൊണ്ട് സാധിച്ചിരുന്നില്ല. ആ ഒരു അവസ്ഥാവിശേഷത്തിന് ശേഷം എൻ്റെ രാജ്യം അത് ഞാൻ തന്നെ ഭരിക്കും എന്ന പ്രമേയത്തിൽ നിന്നാണ് ജനാധിപത്യം എന്ന വലിയൊരു ആശയം ഉണ്ടാകുന്നത്. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമായി, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി. ആ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ, സർക്കാരുകൾ അധികാരത്തിൽ വന്നു. അങ്ങനെ വലിയ ഒരു മുന്നേറ്റം നമ്മുടെ രാജ്യത്തുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മൾ ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല അതുകൊണ്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് മുഴുവനാണ്. കേരളത്തിൻ്റെ വോട്ടിന് ശരാശരി പരിശോധിക്കുന്ന സമയത്ത് വളരെ അപൂർവ സമയങ്ങളിൽ മാത്രമാണ് 80% പോലും കടക്കുന്നത്. വളരെ അപൂർവമാണ്. അപ്പം അത്രത്തോളം ആളുകൾ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടോ അവർക്ക് പറ്റിയ ഒരു സ്ഥാനാർത്ഥി അവരുടെ മണ്ഡലങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ ആണെങ്കിൽ പോലും നോട്ടക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം അവിടെ വെച്ചിട്ടുണ്ട്, ചോയ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻറ്റൻറ്റ് കൃത്യമായിരിക്കണം. നിലവിലുള്ള ഭരണകൂടത്തിനോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണിത്. ഇനി അതല്ല, നിലവിലുള്ള ഭരണകൂടം തന്നെയാണ് ഇനിയും വരേണ്ടത്, എന്നാൽ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. ഈ ഒരു വോട്ട് എന്ന് പറയുന്നത് ഇനി വരുന്ന 5 വർഷക്കാലം ഈ കേരളത്തിൽ നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ ഘട്ടമാണ്. നമ്മൾ ആര് ഭരിക്കും, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ എങ്ങനെ പോകണം, അവരെന്ത് വസ്ത്രം ധരിക്കണം തുടങ്ങി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം മുതൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാചകവാത സിലിണ്ടറുകൾ വരെ എല്ലാത്തിലും ഇടപെടാൻ കഴിയുന്ന വലിയൊരു ബോഡിയെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പാണ്. ഈ സമയത്ത് നമ്മൾ കൃത്യമായി ആലോചിച്ച് എൻ്റെ വോട്ട് ആർക്ക് കൊടുക്കണം, ഏത് മുന്നണിക്ക് കൊടുത്താലാണ് എനിക്കും എൻ്റെ സമൂഹത്തിനും ഉപകാരം ഉണ്ടാവുക, നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ള ഏത് സ്ഥാനാർത്ഥിയെയാണ് ഞാൻ വിജയിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി ആലോചിക്കണം. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവിരലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ മഷി അടയാളം അത് വെറും ഒരു അടയാളമല്ല. ജനാധിപത്യത്തിലെ എൻ്റെ ഏറ്റവും വലിയ അവകാശമായ വോട്ടവകാശം വിനിയോഗിച്ച ഒരു ഇന്ത്യൻ പൗരനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. SIR പോലത്തെ പല കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞുപോയി. അതുപോലെ ഇന്ന് നമ്മൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും ഇവിടുത്തെ അവകാശികളാണോ എന്ന് തെളിയിക്കാൻ അവർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അന്ന് ഇന്നത്തെ 2026 വോട്ടർ പട്ടികയിലെ വോട്ട് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പരിശോധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ കൂടി ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജയിപ്പിച്ച ജനങ്ങളെ മറക്കാതിരിക്കുക. വെറും കല്യാണത്തിനും സൽക്കാരത്തിനും മാത്രം പോകാതെ അവരുടെ എല്ലാ വിഷമഘട്ടങ്ങളിലും അവരോട് കൂടെ നിൽക്കുക. രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും സമുദായ കാര്യങ്ങളിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. അങ്ങനെ ജനങ്ങളുടെ ഏറ്റവും നല്ല പ്രതിനിധിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ജയ് ഹിന്ദ്.